എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണി വരെയായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു +1 ഹയർ സെക്കൻഡറിയുടെ ഈ മെറിറ്റ് കോട്ട അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്നിവിടങ്ങളിലേക്കുള്ള അപേക്ഷകൾ ഇന്ന് വൈകുന്നേരം 5 മണി വരെ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് വിദ്യാർത്ഥികളുടെ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് എപ്പോഴാണ് വരിക, എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂലൈ 2-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ജൂലൈ 2-ാം തീയതിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നിലവിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWSO അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ MRSO ആ ഒരു 2 ലിങ്കുകളോ കാണാനായിട്ട് സാധിക്കില്ല. കാരണം ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന സമയം കഴിഞ്ഞതുകൊണ്ടാണ് നിലവിൽ വെബ്സൈറ്റിൽ നിന്നും ആ ഒരു ലിങ്കുകൾ ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ലിങ്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ലിങ്കും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്കിലൂടെയാണ് നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളതെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. MRS എന്നുള്ള ലിങ്കിൽ കൂടി അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആ ഒരു ലിങ്കും ആദ്യം ഈ SWSൻ്റെ ആ ഒരു ലിങ്ക് പരിശോധിച്ച ശേഷം പിന്നീട് MRS അതായത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ലിങ്ക് കൂടി പരിശോധിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പിന്നീട് നിങ്ങൾക്ക് അടുത്ത പേജിൽ കാൻഡിഡേറ്റ് ലോഗിൻ കാണാൻ പറ്റും. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ പാസ്വേഡ്, ജില്ല എന്നിവ നൽകാനുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ നൽകുക. അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അത് പച്ച കളറിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതായത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് ചുവപ്പ് കളറിലാണ് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പരിശോധിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പിന്നീട് അവിടെ കാണാൻ പറ്റുന്നതാണ് സപ്ലിമെൻ്ററി അലോട്ട് റിസൾട്ട്സ് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഏത് സ്കൂളിലാണ് കിട്ടിയത്, ഏത് കോഴ്സിലാണ് കിട്ടിയത്, എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്കും കാണാൻ പറ്റും. അപ്പോൾ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് എത്രാമത്തെ ഓപ്ഷനാണ് അതുപോലെ ഏത് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് റാങ്ക് ഡീറ്റെയിൽസ് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓപ്ഷൻസിൽ നിങ്ങളുടെ റാങ്കും അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ റാങ്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അവിടെ താഴെയായിട്ട് തന്നെ യുവർ റാങ്ക്, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നിവ കാണാൻ പറ്റും. യുവർ റാങ്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓപ്ഷൻസ് നൽകിയ സ്കൂളുകളിലെ നിങ്ങളുടെ റാങ്കും അതുപോലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഓപ്ഷൻ വെച്ച ആ ഒരു സ്കൂളിലെ ആ ഒരു കോഴ്സിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ റാങ്ക് ഡീറ്റെയിൽസുമാണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ടാവും. സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓരോ കോഴ്സുകളിലെയും അവിടുത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അതായത് കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റുന്ന വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുത്ത വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ജൂലൈ 3-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ ഏത് കോഴ്സിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു കിട്ടിയിട്ടുള്ള സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടതായിട്ട് വരിക. പിന്നീട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് പിന്നീട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടിയ ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് അങ്ങനെ സ്കൂൾ കോഴ്സ് മാറാനായിട്ടും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രമാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടി വരിക. കാരണം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്താനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളുകളിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടതായിട്ട് വരിക. അതായത് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഓപ്ഷനായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏത് ഓപ്ഷനാണോ ആ ഒരു ഓപ്ഷനിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും
പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്ന് ചോദിച്ചാൽ SSLC സർട്ടിഫിക്കറ്റ്, അത് ഒറിജിനൽ കിട്ടിയിട്ടില്ല എങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ തന്നെ നിങ്ങളുടെ TC, അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള ഫീസ്, അത് ഏകദേശം ഒരു 1500 രൂപക്കുള്ളിൽ വരും. അതുപോലെ തന്നെ അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേസ് മാർക്കോ അല്ലെങ്കിൽ വല്ല ബോണസ് പോയിൻ്റ് അങ്ങനെ വേറെ എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻസുകൾ, അതുപോലെ തന്നെ നിങ്ങൾ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതിന് SSLC സർട്ടിഫിക്കറ്റ് മതിയാകും, അതിൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് മതി. അതുപോലെ EWS സർട്ടിഫിക്കറ്റ്, EWS ആണെന്ന് പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കാരണം EWS സർട്ടിഫിക്കറ്റ് EWS ആണെന്ന് പറഞ്ഞ് EWS സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരില്ല. അതുകൊണ്ടാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത്രയുമാണ്, അതായത് EWS സർട്ടിഫിക്കറ്റ് ഇത്രയുമാണ് വേണ്ടത്. അതുപോലെ തന്നെ ചില സ്കൂളിൽ നിന്ന് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കും. അപ്പോൾ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കയ്യിലില്ല എങ്കിൽ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചില സ്കൂളുകളിൽ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ചോദിക്കും. അത് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ താമസിക്കുന്ന അതിൻ്റെ ആ ഒരു തെളിവായിട്ടുള്ള ഒരു രേഖയാണ്. അപ്പോൾ അതിന് ആ ഒരു ഡോക്യുമെൻ്റ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം റേഷൻ കാർഡിൻ്റെ കോപ്പി എടുത്താൽ മതി. റേഷൻ കാർഡിൻ്റെ കോപ്പി മാത്രമാണ് അതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇത്രയുമാണ് വേണ്ടത്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളുകളിൽ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. കാരണം ഈ ഒരു അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്തുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.